നമസ്കാരം സുഹൃത്തുക്കളെ. ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് മറ്റൊരു രാജ്യങ്ങളിലും കാണാത്ത ചില കാഴ്ചകൾ കാണുന്നൊരു സ്ഥലമാണ് നമ്മുടെ കേരളം. കാരണം ഒരുമാതിരിപ്പെട്ട നന്നായിട്ട് കളിക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ഇവിടെ ആരാധകരുണ്ട്. ഒരു കാലത്ത് അത് ബ്രസീൽ, അർജൻറ്റീന എന്നീ രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ ടീമുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പോർച്ചുഗീസും ഇറ്റലിയും ജർമ്മനിയും അങ്ങനെ പല പല രാജ്യങ്ങളുണ്ട്. അന്നം തരുന്ന രാജ്യങ്ങളുടെ വരെ കളിക്കാരുടെ ഫ്ലെക്സും അവരുടെ കൊടിയുമൊക്കെ നമ്മുടെ നാടും നഗരമൊക്കെ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്ന കാഴ്ച കാണാം. കൊല്ലം കടവൂരിൽ അവിടെ ഒരു ക്ഷേത്ര പരിസരത്തൊരു സംഭവം നടന്നു. അത് തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രമാണ്. ആ ദേവസ്വം ബോർഡ് തന്നെ നേരത്തെ ഉത്തരവിറക്കിയിട്ടുള്ളതാണ്. അവരുടെ ക്ഷേത്ര പരിസരത്തൊന്നും യാതൊരു പാർട്ടിയുടെ ആവട്ടെ സംഘടനയാവട്ടെ മറ്റ് ഫ്ലെക്സോ കൊടിയ തോരണങ്ങളോ ഒന്നും പാടില്ലാന്ന്. അപ്പോൾ അവിടെ ബ്രസീലിൻ്റെ ആരാധകർ കുറച്ച് ബ്രസീലിൻ്റെ കൊടിയും മറ്റുമൊക്കെ അവിടെ കെട്ടിവെച്ചിരുന്നു. അപ്പോൾ ഈ അമ്പല കമ്മിറ്റിയുടെ പരാതിയെ തുടർന്ന് പോലീസാണ് ഇത് കെട്ടിയവരെ കൊണ്ട് ഇത് അഴിപ്പിച്ചത്. പക്ഷേ ഇവിടുത്തെ ഒരു ചാനലിൽ വളരെ കുപ്രസിദ്ധി ആർജിച്ച ഒരു ചാനലാണത്. അതിലെ റിപ്പോർട്ടർമാരും അതിൻ്റെ ഉടമയും എല്ലാം അങ്ങേയറ്റം മോശക്കാരായിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അവർ രാവിലെ ചിരിയോടുകൂടി ഈ വാർത്ത പടച്ചു വിടുന്നത് പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രസീലിൻ്റെ കൊടി അഴിപ്പിച്ച് RSSകാർ എന്ന തരത്തിലാണ്. അത് ശ്രദ്ധിക്കണേ, പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ പാകിസ്ഥാൻ്റെ കൊടിയും ബ്രസീലിൻ്റെ കൊടിയും തമ്മിൽ ഭയങ്കര സാമ്യമല്ലേ എന്ന് ആലോചിച്ച് നോക്കിയാൽ. വ്യാജ വാർത്തയാണെങ്കിൽ പൊളിയും എന്ന് 100% ഉറപ്പുള്ള കാര്യമാണത്. കാരണം നടന്നത് കേരളത്തിലാണ്, കൊല്ലത്താണ്. നമുക്കതിൻ്റെ സത്യം അറിയാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ ഒക്കെ അതിനടുത്ത് ഈ സംഭവം നടന്നതിനടുത്ത് സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മളൊന്ന് വിളിച്ചു ചോദിക്കുക, എന്താ അവിടെ നടന്ന സംഭവം. അപ്പോൾ അവർ പറയും, ചേട്ടാ അത് ഇങ്ങനെയാണ്, ആ ക്ഷേത്ര പരിസരത്ത് കൊണ്ട് ബ്രസീലിൻ്റെ കൊടി, ഇത് ബ്രസീലിൻ്റെ അല്ല, ഇനി മറ്റേത് കൊടി കൊണ്ട് നാട്ടിയാലും അത് അവർ പോലീസിനെ കൊണ്ട് അഴിപ്പിക്കും, കെട്ടിയവരെ കൊണ്ട് തന്നെയാണ് അഴിപ്പിച്ചതെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതുടനെ പാകിസ്ഥാൻ്റെ കൊടിയാണ്, ഇപ്പം മുസ്ലിം ലീഗിൻ്റെ കൊടിയാണ് കൊണ്ട് കെട്ടി, അത് പാകിസ്ഥാൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അഴിപ്പിച്ചാൽ അതിനകത്ത് കേൾക്കുമ്പോൾ ഒരു വിശ്വസനീയതയുണ്ട്. രണ്ടും കൂടെ സാമ്യം ഉണ്ട്, ചിലപ്പോൾ സംഭവിക്കാം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇനി ഞാൻ പറയുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു മലയാളി അവനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് കാണിച്ചാലും നമ്മുടെ ദേശീയ പതാക നമുക്ക് മനസ്സിലാവും, നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിയും. പിന്നെ അടുത്തതായിട്ട് അവൻ തിരിച്ചറിയുന്ന ദേശീയ പതാക ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രസീലിൻ്റെ അല്ലെങ്കിൽ അർജൻറ്റീനയുടെയൊക്കെയാണ്. അർജൻറ്റീനയുടെ ജേഴ്സിയൊക്കെ അറിയാം, പതാകയുടെ കാര്യത്തിൽ ഒരുപക്ഷെ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായേക്കാം. പക്ഷേ ബ്രസീലിൻ്റെ തെറ്റത്തേയില്ല. കാരണം ഓരോ 4 വർഷം കൂടുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം നമുക്ക് ഇത് കാണണം താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിത് കാണാതിരിക്കില്ല. നമ്മളത് തെരുവിൽ കാണും, റോഡ് സൈഡിൽ കെട്ടിയിരിക്കുന്നത് കാണും, TV തുറന്നാൽ കാണും. അപ്പം നമുക്കറിയാം അത് ബ്രസീലിൻ്റെ പതാകയാണെന്ന്. അത് ചന്ദ്രക്കലയൊന്നുമില്ല, ഈ പറയുന്ന പോലെ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളൊന്നും ബ്രസീലിൻ്റെ പതാകയിലില്ല. അപ്പം നമുക്ക് കൃത്യമായിട്ടും അറിയാം അത് ബ്രസീലിൻ്റെ പതാകയാണെന്ന്. അപ്പോൾ ബ്രസീലിൻ്റെ പതാകയും പാകിസ്ഥാൻ പതാകയും തമ്മിൽ മാറിപ്പോവില്ല, ഒരു കാരണവശാലും മാറിപ്പോവില്ല മലയാളിക്ക്. കാരണം അവൻ്റെ മനസ്സിലേക്ക് അത്രയേറെ പതിഞ്ഞ ഒരു പതാകയാണത്. പിന്നെ ഫുട്ബോൾ ആരാധകനാണെങ്കിൽ പറയുകയും വേണ്ട, ഒരു തരത്തിലും മാറത്തില്ല അത്. ഇനി പോട്ടെ, പോർച്ചുഗൽ അവരുടെ ആരാധകർ ഈ CR7 അഥവാ ക്രിസ്ത്യാനോ റൊണാൾഡോ, അവരുടെ ടീം അംഗങ്ങൾ, അവരുടെ കൊടി അതൊക്കെ കെട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് പറഞ്ഞതെങ്കിൽ പോലും ഓക്കെ, സമ്മതിക്കാമായിരുന്നു, ചിലപ്പോൾ നടക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം അത് പാകിസ്ഥാൻ വെച്ചിട്ടല്ല, ഇവിടെ നിരോധിക്കപ്പെട്ട ഒരു സംഘടന PFI ഉണ്ട്. ആ PFIയുടെ കൊടിയും ഈ പതാകയും തമ്മിൽ നിറത്തിൻ്റെ കാര്യത്തിൽ സാമ്യമുണ്ട്. ശൈലിയിലല്ല, അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ശൈലിയിലല്ല, നിറത്തിൻ്റെ കാര്യത്തിൽ സാമ്യമുണ്ട്. അതിനാൽ അതെവിടെയെങ്കിലും കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഈ നിരോധിച്ച PFIയുടെ പതാകയാണോ ഇവിടെ കെട്ടിയത് എന്ന് ചോദിച്ചുകൊണ്ട് അഴിപ്പിച്ചു എന്നൊക്കെയാണ് വാർത്തയെങ്കിൽ അത് ഒരു പക്ഷേ അത് ഏതൊരു മനുഷ്യനും വിശ്വസിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ബ്രസീലിൻ്റെ പതാക പാകിസ്ഥാൻ പതാകയാണ് എന്നൊക്കെ പറഞ്ഞ് അഴിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ചിത്രമാണ്. ഇത് ഒരു റിപ്പോർട്ടറാണ്, ഒരു മാപ്ര. അപ്പോൾ ഈ രൂപമുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യാജ വാർത്തയുടെ ആൾ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പൊളിയുമെന്ന് ഉറപ്പുള്ളൊരു വാർത്ത പടച്ചു വിടണമെങ്കിലും ഇതുപോലുള്ള വ്യക്തികൾക്ക് പിതാക്കന്മാരുടെ കാര്യത്തിൽ അതിസമ്പന്നനായിരിക്കും അവർ. 16, 20, 25 പിതാവോ ഒരു പിടുത്തവും കാണില്ല. ആലോചിച്ച് നോക്കുക, എന്ത് തരം മാധ്യമപ്രവർത്തനം. നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഒരു കാര്യം പോലും വളച്ചൊടിച്ച് ഇങ്ങനെ കൊടുക്കണമെങ്കിൽ കേരളത്തിന് വെളിയിൽ നടന്ന സംഭവങ്ങൾ വെച്ചിട്ട് ഇവർ എത്ര വ്യാജ വാർത്തകൾ നമ്മളിലേക്ക് എത്തിച്ച് തന്നിട്ടുണ്ടാവും ഇതിനകം തന്നെ. അതിലെത്രയോ എണ്ണം സത്യമാണ് എന്ന് കരുതി നമ്മൾ വിഴുങ്ങിയിട്ടുണ്ടാവും. ചിലതൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ഒരു 100 എണ്ണം വരുമ്പോൾ ഒരു 5-6 എണ്ണമെങ്കിലും നമ്മൾ ചിലപ്പോൾ വിശ്വസിക്കത്തില്ലേ. അപ്പോൾ അതിൽ പോലും ഉറപ്പില്ല. അവിടെ നമ്മൾ പോയി അന്വേഷിക്കാനൊന്നും പോണില്ല. ഉത്തർപ്രദേശിലെ ഏതെങ്കിലും കുഗ്രാമത്തിൽ നടന്നതാണ്, നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു സ്ഥലത്തിൻ്റെ പേരും വെച്ചിട്ട് ഇങ്ങോട്ട് വരും, ശരിയാണെന്ന് വിശ്വസിക്കും. അങ്ങനെ എത്ര വാർത്തകൾ. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ആ ട്രെൻഡും വിട്ടിട്ട് അവർ നേരെ നമ്മുടെ കൺമുന്നിലുള്ള സ്ഥലം തന്നെ പിടിച്ചിട്ടാണ് ഈ വ്യാജ വാർത്ത എടുത്തത്. ഇവനെയൊക്കെ ഉണ്ടല്ലോ മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അവിടെയൊക്കെ ഈ സ്റ്റുഡിയോയിലൊക്കെ കയറി കൈവെക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. അത് ചർച്ചയൊക്കെ ചെയ്യാനിരിക്കുന്നവർ തന്നെയാണ്. നാളെ ഇവരെയൊക്കെ ജനങ്ങൾ കയറി കൈവച്ചാലും ഒന്നും പറയാൻ പറ്റില്ല. കാരണം ക്ഷമയുടെ നെല്ലിപ്പലകയിൽ നിൽക്കുകയാണ് പലരും.